പാഞ്ഞാളി റിട്ടയർഡ് അധ്യാപിക കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. എളവള്ളി സ്വദേശി ബാലനാണ് അറസ്റ്റിലായത്. എടത്തുരുത്തിയിലെ സയൻസ് പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴയുന്നു. 4 വർഷം മുൻപ് തറക്കല്ലിട്ട പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. സാങ്കേതിക തടസ്സങ്ങളുടെ പേരിൽ. കാത്തിരിപ്പിനൊടുവിൽ കൊടുങ്ങല്ലൂർ പോലീസ് മൈതാനം നാളെ തുറക്കും. നവീകരണത്തിനായി അടച്ച മൈതാനം 3 വർഷത്തിന് ശേഷമാണ് തുറന്നുകൊടുക്കുന്നത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. പാഞ്ഞാളി റിട്ടയർഡ് അധ്യാപിക കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി. എളവള്ളി സ്വദേശി പൊടിയാട വീട്ടിൽ ബാലനാണ് അറസ്റ്റിലായത്. ACPM മുരളീധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പാഞ്ഞാൾ അയ്യപ്പൻകാവിന് സമീപം തനിച്ച് താമസിക്കുന്ന വെള്ളറോട്ടിൽ വീട്ടിൽ 62 വയസ്സുള്ള ശോഭനയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രതിയിൽ നിന്നും ശോഭനയുടെ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണുകളും കണ്ടെടുത്തു. കഴിഞ്ഞ വ്യാഴാഴ്ചയ്ക്കാണ് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ശോഭനയെ തലയ്ക്കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശിലാസ്ഥാപനം കഴിഞ്ഞ് 4 വർഷമായിട്ടും എടത്തിരുത്തിയിലെ സയൻസ് പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെടുത്ത് തന്നെ. വിദ്യാർത്ഥികളിൽ ശാസ്ത്രാവബോധം വളർത്തുന്നതിനും പഠന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമായിട്ടാണ് ISROയുടെ സഹകരണത്തോടെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് 2015 മെയ് മാസത്തിൽ പാർക്കിന് ശിലയിട്ടത്. എടത്തുരുത്തി പഞ്ചായത്തിലെ 16-ാം വാർഡിൽ സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ 1/2 ഏക്കർ സ്ഥലമാണ് പദ്ധതി തുടങ്ങാൻ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുത്തത്. എന്നാൽ പദ്ധതിക്കായി ലഭിച്ച ഈ സ്ഥലം പാടശേഖരമായതിനാലും ഇവിടേക്ക് യാത്രാ സൗകര്യം ഇല്ലാത്തതിനാലും തുടക്കത്തിൽ ചില തടസ്സങ്ങളുണ്ടായി. പിന്നീട് എടത്തുരുത്തി പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് ഒരുക്കി പ്രശ്നം പരിഹരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷം രൂപ ചിലവാക്കി കുളവും പാടവുമായിരുന്ന സ്ഥലത്തിന്റെ കുറച്ചു ഭാഗം നികത്തുകയും ചുറ്റുമതിൽ നിർമ്മിച്ച് ഗേറ്റ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി അന്നത്തെ കയ്പമംഗലം MLA VS സുനിൽകുമാർ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപ അനുവദിച്ചു. എന്നാൽ സ്ഥലത്തിന്റെ രേഖകളിലെ സാങ്കേതിക പ്രശ്നങ്ങളും കുളവും പാടവുമായി കിടക്കുന്ന സ്ഥലം നികത്തി കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള അനുമതി കിട്ടാത്തതടക്കമുള്ള നിരവധി തടസ്സങ്ങൾ ഉടലെടുത്തു. നിർദ്ദിഷ്ട സ്ഥലത്തേക്കുള്ള റോഡ് പണി ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല. സ്ഥലം പുല്ലുകൾ നിറഞ്ഞ കാടുപിടിച്ചു. ചുറ്റുമതിലിൽ വിള്ളലുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. 2000 ചതുരശ്ര അടിയിൽ VSSC ഡെമോൺസ്ട്രേഷൻ മുറിയും അതിനകത്ത് ISRO എക്സിബിഷൻ സെന്ററും അടങ്ങിയതാണ് നിർദ്ദിഷ്ട പാർക്കിന്റെ രൂപരേഖ. ISROയുടെ പ്രധാന കണ്ടുപിടുത്തങ്ങൾ പ്രദർശിപ്പിക്കുന്നതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് നിരീക്ഷണ പഠനത്തിനുള്ള സൗകര്യവും ലഭ്യമാകുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പ്രദർശന വസ്തുക്കളും യന്ത്രസാമഗ്രികളും ISRO നൽകും. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ മാത്രമല്ല ജില്ലയിലെ മുഴുവൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്പെടുത്താവുന്ന സയൻസ് പാർക്ക് തടസ്സങ്ങൾ നീക്കി എത്രയും വേഗം പൂർത്തീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. TCV ന്യൂസ്, കയ്പമംഗലം. കാത്തിരിപ്പിനൊടുവിൽ കൊടുങ്ങല്ലൂർ പോലീസ് മൈതാനം തുറക്കുന്നു. നവീകരണത്തിനായി അടച്ച മൈതാനം 3 വർഷത്തിനു ശേഷമാണ് പൊതുപരിപാടികൾക്കായി തുറന്നുകൊടുക്കുന്നത്. 1,65 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പോലീസ് മൈതാനം മോടി പിടിപ്പിച്ചത്. മൈതാനിയിലെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്ക്വയറിൽ കേരള വ്യാസൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ അർദ്ധകായ വെങ്കല പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഗ്രീൻ റൂം സൗകര്യം ഉൾപ്പെടെയുള്ള സ്റ്റേജും കാഴ്ചക്കാർക്കായി ഗാലറിയും മൈതാനിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മൈതാനത്തിന്റെ പുറംമതിലിൽ കൊടുങ്ങല്ലൂരിന്റെ ചരിത്രവും പൈതൃകവും വെളിവാക്കുന്ന ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. നഗരത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾക്കുള്ള ഇടമായിരുന്ന പോലീസ് മൈതാനം നവീകരണത്തിനായി അടച്ചതോടെ നഗരത്തിന്റെ സായാഹ്നങ്ങൾക്ക് കലാസാംസ്കാരിക പരിപാടികൾ അന്യമായിരുന്നു. TN പ്രതാപൻ MLA ആയിരിക്കെയാണ് പോലീസ് മൈതാനം നവീകരണത്തിന് പദ്ധതി തയ്യാറാക്കി തുക അനുവദിച്ചത്. ശ്രീ TN പ്രതാപന്റെ ആസ്തി ഫണ്ടിൽ നിന്ന് ചെലവഴിക്കപ്പെട്ട തുകയിൽ നിന്നാണ് ഈ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്ക്വയർ ഇവിടെ നിർമ്മിക്കുന്നത്. 2 വർഷത്തോളമായിട്ട് ഇതിൻ്റെ പണി എല്ലാം തന്നെ പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇത് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ചൊവ്വാഴ്ച കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ പോലീസ് മൈതാനം തുറന്നുകൊടുക്കും. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിക്കും. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഓഖി ദുരന്തത്തിലും പ്രളയത്തിലും മണൽ വന്നു നിറഞ്ഞ എറിയാട് ബ്ലാങ്ങാച്ചൽ അറപ്പത്തോട്ടിലെ മണ്ണ് നീക്കം ചെയ്യാൻ തീരുമാനമായി. ET ടൈസൺ MLA വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗത്തിലാണ് തീരുമാനം. മണൽ നീക്കം ചെയ്യുന്നതിനാവശ്യമായ സാമ്പത്തിക സഹായം റവന്യൂ വകുപ്പ് നൽകും. തോട്ടിൽ നിന്ന് നീക്കം ചെയ്യുന്ന മണൽ ലേലം ചെയ്യും. റോഡുകളിലും മറ്റും നിറഞ്ഞ മണൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വലിയ പ്ലാസ്റ്റിക് ചാക്കുകളിൽ നിറച്ച്
തിരമാലകളെ പ്രതിരോധിക്കാൻ വീടുകൾക്ക് സമീപം താൽക്കാലിക തടയണ തീർക്കും. എത്രയും വേഗത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി തുടർ നടപടികൾ വേഗത്തിലാക്കുവാൻ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരെ യോഗം ചുമതലപ്പെടുത്തി. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മേഴ്സി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രേഖ, അസിസ്റ്റന്റ് എഞ്ചിനീയർ അനുബി ചന്ദ്, ഓവർസിയർ MP ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുള്ള, പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പാലയൂർ മാർത്തോമാ തിരുപത തീർത്ഥകേന്ദ്രത്തിലെ തളിയക്കുളം കപ്പേളയിൽ വിഭൂതി തിരുക്കർമ്മങ്ങളിലൂടെ വ്രതാരംഭ കൂട്ടായ്മയ്ക്ക് തുടക്കമായി. തിരുക്കർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ, പാലയൂർ മഹാതീർത്ഥാടനം ജനറൽ കൺവീനർ ഫാദർ ജിയോ തെക്കിനിയത്ത്, റെക്ടർ ഫാദർ വർഗീസ് കരിപ്പേരി, ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ മാർച്ച് 28 വരെ രാവിലെ 10 മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെ തളിയക്കുളം കപ്പേളയിൽ ഏകദിന പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടായിരിക്കും. ജലലഭ്യത ഉറപ്പാക്കാനും മത്സ്യകൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാനും ലക്ഷ്യമിട്ട് കൊടകര പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുളം നിർമ്മാണം പുരോഗമിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുമായി ചേർന്നാണ് പഞ്ചായത്തിൽ കുളങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തികൾ നടപ്പാക്കി വരുന്നത്. കൊടകര പഞ്ചായത്തിലെ 13ാം വാർഡായ മരത്തോമ്പിള്ളിയിലെ ചെറുവത്തൂരിലാണ് ഇപ്പോൾ പദ്ധതി പ്രകാരം കുളം നിർമ്മിക്കുന്നതെന്ന് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വിലാസിനി ശശി പറഞ്ഞു. കൊടകര ഗ്രാമപഞ്ചായത്തിലെ 100 കുളങ്ങൾ കുഴിക്കുന്നതിന്റെ ഭാഗമായി കൊടകര 13ാം വാർഡ് മരത്തമ്പിള്ളി പ്രദേശത്ത് ആദ്യത്തെ കുളമാണ്. 660 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രവൃത്തിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊടകര പഞ്ചായത്തിലെ 19 വാർഡുകളിലായാണ് 100 കുളങ്ങൾ നിർമ്മിക്കുന്നത്. സ്വകാര്യ വ്യക്തികൾ ലഭ്യമാക്കുന്ന ഭൂമിയുടെ വിസ്തൃതിക്ക് ആനുപാതികമായാണ് കുളത്തിന്റെ നിർമ്മാണം. കുറഞ്ഞത് 5.5 മീറ്റർ നീളവും 4.5 മീറ്റർ വീതിയും 6 മീറ്റർ ആഴവുമുള്ള കുളങ്ങളാണ് കുഴിക്കുന്നത്. കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വിസ്തൃതിയിൽ കുളങ്ങൾ ഉണ്ടാക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തി നിരവധി കുളങ്ങൾ ഇങ്ങനെ വിവിധ വാർഡുകളിലായി കുഴിച്ചിട്ടുണ്ട്. നടപ്പു സാമ്പത്തിക വർഷത്തെ തൊഴിലുറപ്പ് ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് കുളങ്ങളുടെ പണികൾ നടത്തിവരുന്നത്. ശരാശരി 2 ലക്ഷം രൂപയാണ് ഓരോ കുളത്തിനും ചെലവഴിക്കുന്നത്. കാലവർഷം തുടങ്ങുന്നതിന് മുൻപേ കഴിയുന്നത്ര കുളങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനുള്ള തിരക്കിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. TCV ന്യൂസ്, കൊടകര. കിഡ്നിക്ക് ഗുരുതര അസുഖം ബാധിച്ച കുടുംബനാഥൻ ചികിത്സാ സഹായം തേടുന്നു. കാട്ടൂർ ഇല്ലിക്കാട് സ്വദേശി കൊണോട്ടുകാട്ടിൽ മുകുന്ദനാണ് കിഡ്നി മാറ്റിവെക്കലിന് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. 6 വർഷമായ അസുഖത്തെ തുടർന്ന് മുകുന്ദൻ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ കിഡ്നി മാറ്റിവെക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. 25 ലക്ഷത്തോളം ചെലവ് വരുന്ന ശസ്ത്രക്രിയ ഈ നിർധന കുടുംബത്തിന് താങ്ങാവുന്നതിനും അപ്പുറത്താണ്. മുകുന്ദനെ സഹായിക്കുന്നതിനായി ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മുകുന്ദൻ ചികിത്സാ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട്. സഹായങ്ങൾ സിന്ധു മുകുന്ദൻ, അക്കൗണ്ട് നമ്പർ 003530001074 സൗത്ത് ഇന്ത്യൻ ബാങ്ക് കാട്ടൂർ ശാഖ എന്ന വിലാസത്തിലാക്കേണ്ടതാണ്. എടമുട്ടം ശ്രീ പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതിവേല ആഘോഷത്തിന് കൊടിയേറി. പാരമ്പര്യാവകാശികളായ പട്ടാമ്പി കളരിക്കൽ പണിക്കന്മാർ ക്ഷേത്ര നടയിലെത്തി കൊട്ടി വിളംബരം ചെയ്തതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ശനിയാഴ്ച രാത്രി ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് പറവയ്ക്കലിന് ശേഷം തിരിച്ചെഴുന്നള്ളിക്കും. അശ്വതിവേല ദിനമായ ഞായറാഴ്ച വൈകിട്ട് 3-ന് കാഴ്ചശീവേലി നടക്കും. ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഒമ്പുതുങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ സമാജത്തിന് കീഴിലെ ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ സമൂഹ അഭിഷേകം നടന്നു. കടാശ്ശേരി മലയുടെ താഴ്വാരത്തുള്ള ക്ഷേത്രത്തിൽ നട തുറന്നതു മുതൽ ഭക്തജനങ്ങളുടെ തിരക്കായിരുന്നു. മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, അലങ്കാര പൂജ, അന്നദാനം, ചതുർയാമ പൂജകൾ എന്നിവയും ശിവരാത്രിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്നു. ശ്രീ സുബ്രഹ്മണ്യ സമാജം ഭാരവാഹികളായ വിപിനചന്ദ്രൻ കാരാട്ടുപറമ്പിൽ, ഉണ്ണികൃഷ്ണൻ ചെമ്പകശ്ശേരി, അജയ്കുമാർ കാഞ്ഞിരപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഏങ്ങണ്ടിയൂർ തിരുമംഗലം ശ്രീ മഹാവിഷ്ണു ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പ് ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ശിവേലി എഴുന്നള്ളിപ്പും വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാവടി ആഘോഷവും നടന്നു. മേൽശാന്തി സജീവ് എംബ്രാന്തിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
AISF ജില്ലാ സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൂർവ്വകാല നേതൃസംഗമം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. AIYF ജില്ലാ പ്രസിഡന്റ് KP സന്ദീപ് അധ്യക്ഷനായിരുന്നു. PG വിഷ്ണു, TP സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. ചേറ്റുവ പടിഞ്ഞാറേ കടവ് റോഡിൽ കരുവന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴായത് പ്രതിഷേധത്തിന് ഇടയാക്കി. ഗുരുവായൂർ ചാവക്കാട് മേഖലകളിലേക്കുള്ള ശുദ്ധജലം വിതരണം ചെയ്യുന്ന പ്രധാന പൈപ്പ് ലൈനാണ് തകരാറിലായത്. വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ശുദ്ധജല വിതരണം താൽക്കാലികമായി നിർത്തിവച്ചു. എടക്കുളം വിഭിൻ വധക്കേസിൽ ഒരു പ്രതിയെ കൂടി കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എടക്കുളം വിവേകാനന്ദ നഗർ സ്വദേശി നാരിയാട്ടിൽ കാർത്തികേയനെയാണ് കാട്ടൂർ SI രാജേഷും സംഘവും അറസ്റ്റ് ചെയ്തത്. കേസിൽ 3 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ 15-ന് രാത്രി വിവാഹ നിശ്ചയ വീട്ടിൽ പോയി മടങ്ങുകയായിരുന്ന പൊർത്തുശ്ശേരി സ്വദേശി ഓട്ടറാട്ട് വീട്ടിൽ വാവ എന്ന് വിളിക്കുന്ന വിപിനെ പ്രതികൾ കമ്പി വടികൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത്. പ്രതിയെ പിടികൂടിയ സംഘത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ബസന്ത്, നൌഷാദ്, സാജൻ, നൌഷാദ് എന്നിവരുമുണ്ടായിരുന്നു. അനധികൃതമായി മണ്ണ് എടുത്തിരുന്ന വാഹനങ്ങൾ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. എരുമപ്പെട്ടി AES സ്കൂളിന്റെ സഹോദര സ്ഥാപനമായ സ്കൈ കല്യാണ മണ്ഡപം പ്രവർത്തിക്കുന്ന സ്ഥലത്തു നിന്നാണ് വൻതോതിൽ മണ്ണെടുത്തിരുന്നത്. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് SI ജോണിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മണ്ണെടുപ്പ് നടത്തിയത്. JCBയും ടിപ്പർ ലോറിയും പിടികൂടി. മതിൽ നിർമ്മാണത്തിന്റെ പേരിലാണ് മണ്ണെടുത്തിരുന്നത്. മണ്ണ് പുറത്തേക്ക് കടത്തിയിരുന്നതായി നാട്ടുകാർ പറയുന്നു. പിടികൂടിയ വാഹനങ്ങൾ തുടർ നടപടികൾക്കായി ജിയോളജി വകുപ്പിന് കൈമാറി. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമാകാൻ ഇക്കുറിയും തമിഴ്നാട്ടിൽ നിന്നും ഭക്തസംഘമെത്തി. ക്ഷേത്രവും അനുബന്ധ സാമഗ്രികളും വൃത്തിയാക്കി ദേവന് സമർപ്പിച്ച് വ്യത്യസ്ത രീതിയിലാണ് ഇവർ തീർത്ഥാടനം നടത്തുന്നത്. തമിഴ്നാട് സേലത്തു നിന്നുള്ള 25ഓളം വരുന്ന ഭക്തസംഘമാണ് വ്യത്യസ്തമായ രീതിയിൽ തീർത്ഥാടനം നടത്തുന്നത്. തീർത്ഥാടനം എന്നത് വെറും സ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുക മാത്രമല്ലെന്നാണ് ഇവരുടെ അഭിപ്രായം. ആറാട്ടുപുഴ ക്ഷേത്രത്തിലെത്തിയ ഇവർ 2 ദിവസം കൊണ്ടാണ് ക്ഷേത്രത്തിലെ വിളക്കുകൾ, ദീപസ്തംഭങ്ങൾ, കലശക്കുടങ്ങൾ, സോപാനം, ബലിക്കല്ലുകൾ, നമസ്കാര മണ്ഡപത്തിലെ തൂണുകൾ, പിച്ചള പൊതിഞ്ഞ വിളക്കുമാടം, തൃപ്പടികൾ, ചുറ്റമ്പല വാതിലുകൾ തുടങ്ങിയവയെല്ലാം വൃത്തിയാക്കി സ്വർണ്ണവർണ്ണമാക്കിയത്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ചുറ്റമ്പല നടവഴിയും വിളക്കുമാടത്തറയും നടപ്പുരയുമെല്ലാം കഴുകി മനോഹരമാക്കിയാണ് ഇവർ തീർത്ഥാടനം അവസാനിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളും അധ്യാപകരും സർക്കാർ ജീവനക്കാരും വ്യവസായികളും തുടങ്ങി 6 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർ ഈ സംഘത്തിലുണ്ട്. കഴിഞ്ഞ 4 വർഷമായി ഇവർ ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ വന്ന് ഈ പ്രവൃത്തി ചെയ്തു വരുന്നു. വെളുപ്പിന് 5-ന് ആരംഭിച്ച വൈകിട്ട് വരെ തുടരുന്ന ജോലികൾ ഒരു സമർപ്പണമായിട്ടാണ് ഇവർ കരുതുന്നത്. കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഇതുപോലെയുള്ള ജോലികൾ ചെയ്തിട്ടുണ്ടെന്ന് സേലം സ്വദേശി ഉമ പറയുന്നു. ആറാട്ടുപുഴയ്ക്ക് 3-4ാമത് പ്രാവശ്യം ഇവിടെ വരുന്നുണ്ട്. കുറേ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഇവിടെയുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ വലിയ വയസ്സായവരും കൂടി ഇവിടെ വരുന്നുണ്ട്. എല്ലാവരും പണിക്ക് പോകുന്ന ആൾക്കാരാണ്. ശനി ഞായറായാൽ ഇവിടെ ഓരോ അമ്പലത്തിക്കും പോയിട്ട് പണിയെടുക്കും. ക്ഷേത്രത്തിലെ വിളക്കുകളും വിളക്കുമാടങ്ങളും വൃത്തിയാക്കാനുള്ള എല്ലാ സാധനങ്ങളും സ്വന്തം ചെലവിൽ സേലത്തു നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് സേലത്തെ വ്യവസായിയായ പാർത്ഥസാരഥി പറയുന്നു. க்ளீன் பண்ணுற எல்லா மெட்டீரியல்ஸுமே நாங்களே சேலத்துலேருந்தே கொண்டு வந்துடுறோம். எல்லா மெட்டீரியலும் நாங்களே சேலத்துலேருந்து கொண்டு வந்துட்டு கேரளா, தமிழ்நாடு அங்கெல்லாம் போய் ஃப்ரீயாக சர்வீஸ் பண்ணி கொடுக்குறோம். நாங்கள் எல்லாம் ஒவ்வொரு பிஸ்னஸில் இருக்காங்க, டீச்சராக இருக்காங்க, குழந்தைங்களாம் படிச்சுட்டு இருக்காங்க. இது மாதிரி எங்களுக்கு இந்த கோவிலில் ஆறாட்டுப்புழ சாஸ்தா கோவிலில் ஒரு 4-5 வருஷமாக கைகரியம் பண்ணுற ஒரு பெரிய வாய்ப்பு கமிட்டி மெம்பர்ஸ் அவங்க எல்லாம் தேவஸ்வம் போர்டெலாம் கொடுக்கறது ரொம்ப சந்தோஷம். இதை மறுபடியும் கண்டினியூவாக நாங்கள் செய்யணுங்கிறதையும் எதிர்பார்க்குறோம். TCV ചേർപ്പ്. മറ്റത്തൂർ കാവനാട് 33 നമ്പർ അന്നപൂർണേശ്വരി അംഗൻവാടിയിലെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് അനുവദിച്ച 10 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KJ ഡിക്സൺ ശിലാസ്ഥാപനം നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന നന്ദകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS പ്രശാന്ത്,
കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിനി മുരളി, ലൈല ബഷീർ എന്നിവർ സംസാരിച്ചു. പന്നിത്തടം ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ഡോക്ടർ കെ ഡി ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് അനുഷ് സി മോഹൻ അധ്യക്ഷത വഹിച്ചു. പി സി ബിനോജ്, വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വേലായുധൻ, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം സി അനിത, ഫ്രാൻസിസ് കൊള്ളനു, കെ കെ മണി തുടങ്ങിയവർ സംസാരിച്ചു. പൂങ്കുന്നം ഹരിനഗറിൽ നിന്ന് മുള്ളൻ പന്നിയെ പിടികൂടി. ഹരിനഗർ 6-ാം സ്ട്രീറ്റിൽ കോലാട്ട് വീട്ടിൽ സുരേന്ദ്രന്റെ വീടിനോട് ചേർന്നുള്ള സൂപ്പർ മാർക്കറ്റിന് പുറകിൽ നിന്നാണ് മുള്ളൻ പന്നിയെ വനപാലകർ പിടികൂടിയത്. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് RC LP സ്കൂളിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷവും ജൂബിലി സ്മാരക മന്ദിരത്തിന്റെ രൂപരേഖാ സമർപ്പണവും ബുധനാഴ്ച നടക്കുമെന്ന് വലപ്പാട് പള്ളി വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്ങൽ അറിയിച്ചു. ആഘോഷ പരിപാടികൾ ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്യും. വിരമിക്കുന്ന പ്രധാന അധ്യാപിക PP കൊച്ചുറാണിക്കുള്ള യാത്രയപ്പും മികച്ച പ്രതിഭകളെ ആദരിക്കലും നടക്കും. പ്രധാനാധ്യാപകൻ KA ബെന്നി, PP കൊച്ചുറാണി, ജോസ് താടിക്കാരൻ, PA ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏനാമാവ് കരിവന്തല ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി ഉത്സവത്തിന് കൊടികയറി. ക്ഷേത്രം കോമരം M മുരളി കൊടിയേറ്റം നിർവഹിച്ചു. അടുത്ത തിങ്കളാഴ്ചയാണ് കുംഭഭരണി മഹോത്സവം. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് താമരപ്പള്ളി ദാമോദരൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി M ജയപ്രകാശ് എമ്പ്രാന്തിരി എന്നിവർ ക്ഷേത്ര പൂജാ കാർമ്മികത്വം വഹിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വലിയ നോമ്പിലെ ബുധനാഴ്ച ആചരണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. വലിയ നോമ്പിലെ 7 ബുധനാഴ്ചകളായാണ് ആചരണം നടത്തുന്നത്. തീർത്ഥകേന്ദ്രത്തിൽ ബുധനാഴ്ച ആചരണത്തിന്റെ ഭാഗമായി രാവിലെയും വൈകിട്ടുമായി ദിവ്യബലി, ലതീഞ്ഞ, നൊവേന എന്നിവയും ഉണ്ടാകും. ദിവ്യബലിക്ക് ശേഷം കുരുന്നുകൾക്ക് ആദ്യ ചോറൂണ്, സൗജന്യ നേർച്ച ഭക്ഷണ വിതരണം എന്നിവയും നടക്കും. കൊടകര പഞ്ചായത്തിലെ 18-ാം വാർഡിലെ പകൽവീട് ഹൈടെക് ആക്കുന്നതിന്റെ ഭാഗമായി വയോജന സംഗമം സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസാരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EL പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്ത് തണൽ സെക്രട്ടറി MO ഡേവിഡ്, ജോർജ് പെരുമ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ചെറുവത്തൂർ SI കോളനിയിൽ നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം PD ദേവസി MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KJ ഡിക്സൺ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ, വാർഡ് മെമ്പർ വിലാസിനി ശശി, KG രജീഷ് എന്നിവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ ആരംഭിക്കുന്ന കേരള പ്രവാസി ക്ഷേമ സഹകരണ സംഘത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ PT കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PK ബിജു MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, നഗരസഭാ വൈസ് ചെയർമാൻ MR അനൂപ് കിഷോർ, സംഘം പ്രസിഡന്റ് NA ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. എടതിരുത്തി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് മുട്ടക്കോഴിയും കൂടും വിതരണം ചെയ്തു. ചന്ദ്രാപിനി മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ NK സന്തോഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV മനോഹരൻ, പഞ്ചായത്ത് മെമ്പർ രജിത ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുത്ത നിർധന കുടുംബങ്ങൾക്ക് സൗജന്യമായി ഗൃഹോപകരണങ്ങൾ വിതരണം ചെയ്തു. തെരഞ്ഞെടുത്ത 100ഓളം കുടുംബങ്ങൾക്കാണ് ഗൃഹോപകരണങ്ങൾ നൽകിയത്. സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് റിട്ടയർഡ് മേജർ ജനറൽ ഡോക്ടർ V വിവേകാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര സേവാഭാരതി പ്രസിഡന്റ് MN തിലകൻ അധ്യക്ഷത വഹിച്ചു. RSS ജില്ലാ സംഘചാലക് NP മുരളി, പൂനിലാർക്കാവ് ദേവസ്വം പ്രസിഡന്റ് MLV നായർ, രഘു P മേനോൻ, V നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് പഞ്ചായത്തിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഗീതാ ഗോപി MLA നിർവഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് അധ്യക്ഷയായിരുന്നു. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, നടൻ ലിഷോയ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK തോമസ്, PS ഷജിത് തുടങ്ങിയവർ സംസാരിച്ചു. ഡയറക്ടർ ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ജിംപി V ദിവാകരനെ ചടങ്ങിൽ ആദരിച്ചു. കോടാലി ആസ്ഥാനമായുള്ള സാംസ്കാരിക സംഘടനയായ ഫാസ് പാടിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് സംവാദം സംഘടിപ്പിച്ചു. കോടാലി ആൽത്തറയ്ക്കൽ നടന്ന സംവാദത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് VS പ്രിൻസ്, KJ ഡിക്സൺ, UDF-നെ പ്രതിനിധീകരിച്ച് ജോസ് വള്ളൂർ, ഹംസ ചെമ്പൻ, അഡ്വക്കേറ്റ് PG ജയൻ, PK സുബ്രൻ എന്നിവർ പങ്കെടുത്തു. ഫാദർ ജോൺ കവലക്കാട്ട് മോഡറേറ്ററായിരുന്നു.
കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ സംഗമം തൃപ്രയാറിൽ നടന്നു. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഇബ്രാഹിം മുദൂർ അധ്യാപക സംഗമം ഉദ്ഘാടനം ചെയ്തു. അറബി ഭാഷാ പഠനം ദൗത്യവും സാധ്യതയും എന്ന വിഷയത്തിൽ കെ അബ്ദുൽ ഹസീബ് മദനി മുഖ്യപ്രഭാഷണം നടത്തി. ഫെഡറേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ കെ അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ്, എം എ ഫൈസൽ, എം എ സാദിഖ് എന്നിവർ സംസാരിച്ചു. ചർച്ച് ബിൽ ആക്ട് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പ്രതിഷേധ സൂചകമായി കരട് ബിൽ കത്തിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ, യൂണിറ്റ് ഡയറക്ടർ ഫാദർ റാഫേൽ താണിശ്ശേരി, കൈക്കാരൻ ഫ്രാൻസിസ്, യൂണിറ്റ് സെക്രട്ടറി ലൂയിസ് താണിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെല്ലായി വയലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷിച്ചു. പെരുവനം സതീശന്മാരാരുടെ പ്രാമാണികത്വത്തിൽ പഞ്ചാരിമേളം, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും നടന്നു. രാത്രിയിൽ പടിഞ്ഞാറേ നടയിൽ എഴുന്നള്ളിപ്പ്, അനമനട പരമേശ്വരന്മാരാരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ്, പഞ്ചവാദ്യം എന്നിവ നടക്കും. ചൊവ്വാഴ്ച പള്ളിവേട്ട ആഘോഷിക്കും. ബുധനാഴ്ച രാവിലെ നെല്ലായി മുനിമംഗലം കടവിൽ ആറാട്ടോടെ ഉത്സവം കൊടിയിറങ്ങും. എരുമപ്പെട്ടി കരിയന്നൂരിലെ കായിക വിദ്യാർത്ഥികൾക്ക് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി ജേഴ്സി വിതരണം ചെയ്തു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ കബീർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ രഘു കരിയന്നൂർ, അമ്പലപ്പാട്ട മുരളീധരൻ, കെ വി ഹൈദർ, എം എം അലിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം കാണിപ്പയ്യൂരിൽ മിനി ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞു. ആർക്കും പരിക്കില്ല. മുണ്ടൂരിൽ നിന്നും അലുമിനിയം കയറ്റി കാസർകോട്ടേക്ക് പോകുകയായിരുന്ന മിനി ലോറി നിയന്ത്രണം വിട്ട് നടു റോട്ടിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് കുന്നംകുളം തൃശൂർ റൂട്ടിൽ വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കാഞ്ഞാണി ജനമൈത്രി ഫൗണ്ടേഷനും അന്തിക്കാട് ജനമൈത്രി പോലീസും കേരള വിഷനും സംയുക്തമായി അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന സ്ഥലങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്തും മണലൂരിലുമാണ് CCTV ക്യാമറകൾ സ്ഥാപിക്കുക. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് 7 CCTV ക്യാമറകൾ സ്ഥാപിക്കും. പഞ്ചായത്തിന്റെയും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുടെയും പൊതുജന പങ്കാളിത്തത്തോടെയുമാണ് പദ്ധതി നടപ്പിലാക്കുക. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VG ശശി, വൈസ് പ്രസിഡന്റ് MR മോഹനൻ, അന്തിക്കാട് SI S അനീഷ്, വാർഡ് മെമ്പർ VG അശോകൻ, ജനമൈത്രി ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ ആന്റണി വർക്കി, സെക്രട്ടറി MK മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തയിലേക്ക്. എരുമപ്പെട്ടി പുഴയിൽ നിർമ്മിച്ച നരിക്കുണ്ട് തടയണയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ ഗോവിന്ദൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ കബീർ, വാർഡ് മെമ്പർ അനിത വിൻസെന്റ്, മുൻ മെമ്പർ MO ചാക്കോച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ഇക്കോ ഷോപ്പും അന്തിക്കാട് അഗ്രോ സർവീസ് സെന്ററും മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗീതാഗോപി MLA അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ശ്രീദേവി, പഞ്ചായത്ത് പ്രസിഡന്റ് AV ശ്രീവത്സൻ, ജില്ലാ പഞ്ചായത്ത് അംഗം CG മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി കോട്ടക്കുന്ന് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഡോക്ടർ PK ബിജു MP നിർവഹിച്ചു. പഞ്ചായത്തിലെ 2, 3, 5 എന്നീ വാർഡുകളിലേക്കായുള്ള കുടിവെള്ള പദ്ധതി MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നടപ്പിലാക്കുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഗോവിന്ദൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ കബീർ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രസീത, ശശിധരൻ എന്നിവർ പങ്കെടുത്തു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ ചർച്ച് ബില്ലിനെതിരെ പ്രതിഷേധ റാലി നടന്നു. ചർച്ച് ബില്ലിനെതിരെ യുവജന സംഘടനകളായ KCYM, CLC, ജീസസ് യൂത്ത് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ റാലി ഫെറോന വികാരി ഫാദർ പോൾ താണിക്കൽ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി റിൻജോ ഒലപ്പുരയ്ക്കൽ, ട്രസ്റ്റിമാരായ സുനിൽ കുറ്റിക്കാടൻ, KR വർഗീസ്, ഡിറ്റോ ജോസ് കൂള എന്നിവർ നേതൃത്വം നൽകി.
മുതുവറ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഭക്തി നിർഭരമായി. തന്ത്രി കീഴ്മണ്ടിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. വിവിധ സമാജക്കാരുടെ കാവടികൾ വാദ്യമേളക്കൊഴുപ്പിനൊപ്പം ക്ഷേത്രത്തിലെത്തി. 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിന് പല്ലാവൂർ ശ്രീധരൻ, കലാമണ്ഡലം കുട്ടിനാരായണൻ എന്നിവർ നയിച്ച പഞ്ചവാദ്യം അകമ്പടിയായി. എരുമപ്പെട്ടി മങ്ങാട് RCC-LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം MP ഡോക്ടർ PK ബിജു നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ അധ്യക്ഷയായി. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം, വടക്കാഞ്ചേരി AO ശോഭനകുമാരി, പഞ്ചായത്ത് അംഗം CV ജെയ്സൺ, പ്രധാനാധ്യാപിക TT ബീന, OSA പ്രസിഡന്റ് KG ബേബി തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിക്ക് ലഭിച്ച യൂത്ത് കേരള എക്സ്പ്രസ് അവാർഡ് തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സേവന പ്രവർത്തനങ്ങൾക്കുമായി ഉപയോഗിക്കുമെന്ന് ദേവസൂര്യ ഭാരവാഹികൾ അറിയിച്ചു. സാമൂഹ്യ സേവന പ്രവർത്തനത്തിനായി ദേവസൂര്യ തെരഞ്ഞെടുത്തിരിക്കുന്നത് റിയാലിറ്റി ഷോയിൽ തങ്ങളുടെ സ്വപ്ന പദ്ധതിയായി അവതരിപ്പിച്ച കിണർ റീചാർജിംഗ് ആണ്. സമ്പൂർണ്ണ ജല സ്വയം പര്യാപ്ത ഗ്രാമമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായി ദേവസൂര്യ കലാവേദി പരിസരത്തെ 50 വീടുകളിൽ സൗജന്യമായി ഇത് ചെയ്തു നൽകും. അവാർഡ് തുകയായി ലഭിച്ച 2.5 ലക്ഷം രൂപ ഇതിനായി വിനിയോഗിക്കുമെന്നും ഗ്രാമസംഗമം ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ രേവതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ KP വിനോദ് അധ്യക്ഷനായി. മുൻ MLA PO മാധവൻ, കൗൺസിലർ ബിന്ദു അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ശിവരാത്രിയോടനുബന്ധിച്ച് ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിന് പോകുന്നവർക്കായി തൃപ്രയാറിൽ നിന്ന് KSRTC ബസ് സ്പെഷ്യൽ സർവീസ് നടത്തി. തൃപ്രയാർ ക്ഷേത്രനടയിൽ നിന്ന് ആരംഭിച്ച സർവീസ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈസ് പ്രസിഡന്റ് K ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു പ്രദീപ്, CJ അജിത് കുമാർ, PM സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാർ സ്കൂളുകളെ സ്വകാര്യ സ്കൂളുകളെക്കാൾ മികവുറ്റതാക്കി മാറ്റുക എന്നതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ലക്ഷ്യമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി AC മൊയ്തീൻ ബഡ്ജറ്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 79 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് S ബസന്തലാൽ മുഖ്യ അതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഗോവിന്ദൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും PTA പ്രസിഡന്റുമായ NK കബീർ, PM ഷൈല തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട സ്വദേശിയും വൃക്ക രോഗിയുമായ മധ്യവയസ്കനെ തൃശൂരിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ നിന്നും ഇറക്കിവിട്ടതായി പരാതി. ഇരിങ്ങാലക്കുട സോൾവെന്റ് റോഡിൽ പുളിക്കൽ വീട്ടിൽ സുരേഷിനെയാണ് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന പൂജ ബസ്സിലെ ജീവനക്കാർ ഇറക്കിവിട്ടതായി ആക്ഷേപമുയർന്നത്. ബസ് ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സുരേഷിന്റെ ഭാര്യയും CDS ചെയർപേഴ്സണുമായ ലത സുരേഷ് ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകി. ഗുരുവായൂർ പേരകം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷിച്ചു. എഴുന്നള്ളിപ്പ്, നടക്കൽപ്പറ എന്നിവ നടന്നു. വിവിധ ദേശ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ദേശപൂരങ്ങൾ ക്ഷേത്ര അങ്കണത്തിൽ. മമിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് ആയിരങ്ങളെത്തി. ആഘോഷത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ മഹാദേവനും മഹാവിഷ്ണുവിനും ലക്ഷാർച്ചനയും താന്ത്രിക ചടങ്ങുകളായ ഭസ്മ അഭിഷേകം, നവാഭിഷേകം എന്നിവ നടന്നു. ക്ഷേത്രത്തിന് പുറത്ത് കോമത്ത് നാരായണ പണിക്കരുടെ നേതൃത്വത്തിൽ സമൂഹാർച്ചനയും ഉണ്ടായിരുന്നു. ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തർക്കെല്ലാം വിപുലമായ പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. നടരാജ മണ്ഡപത്തിൽ ഭാരതീയ പൈതൃകം എന്ന വിഷയത്തിൽ കവി ആലങ്കോട് ലീലാകൃഷ്ണന്റെ ഭക്തിപ്രഭാഷണവും തുടർന്ന് ഗുരുവായൂർ ബ്രാഹ്മണ സഭ മഹിളാ വിഭാഗം അവതരിപ്പിക്കുന്ന കോലാട്ടം, കുമ്മി, മണലൂർ ഗോപിനാഥും സംഘവും അവതരിപ്പിച്ച കല്യാണ സൗഗന്ധികം, ഓട്ടൻതുള്ളൽ എന്നിവയും അരങ്ങേറി. സമൂഹാർച്ചന, ഡബിൾ കേളി, ഗുരുവായൂർ ഗന്ധർവാസ് അവതരിപ്പിച്ച സംഗീത സമന്വയം, ഗുരുവായൂർ ദേവസ്വം ക്ഷേത്ര കലാനിലയത്തിന്റെ ഭാണായുധം, കൃഷ്ണനാട്ടവും ഉണ്ടായിരുന്നു. മണത്തല ശ്രീ നാഗയക്ഷി ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. എഴുന്നള്ളിപ്പും വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രയും നടന്നു. മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് 28 ലക്ഷം രൂപയുടെ സഹായം നൽകി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി AC മൊയ്തീൻ, ബാങ്ക് പ്രസിഡന്റ് US കൃഷ്ണൻകുട്ടി, സെക്രട്ടറി PT ജോസഫ് എന്നിവർ ചേർന്ന് ചെക്ക് കൈമാറി. ബ്ലോക്ക് പ്രസിഡന്റ് S ബസന്തലാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ തുടങ്ങിയവർ പങ്കെടുത്തു.
കടങ്ങോട് പാരിക്കുന്ന് കോളനി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ആലത്തൂർ MP ഡോക്ടർ PK ബിജു നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഗിജ സുമേഷ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് KM നൌഷാദ്, ജലീൽ ആദൂർ, KR സിമി തുടങ്ങിയവർ സംസാരിച്ചു. തിരുവത്ര സ്വയംഭൂ മഹാശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. വിവിധ ഉത്സവാഘോഷ സമിതിയുടെ പൂരങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് ശാസ്ത്ര ശർമ്മൻ നമ്പൂതിരിപ്പാടിന്റെ വിശേഷാൽ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ MA ജനാർദ്ദനൻ, K ധനീഷ്, KN ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാഞ്ഞാളിൽ റിട്ടയർഡ് അധ്യാപിക കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. എളവള്ളി സ്വദേശി ബാലനാണ് അറസ്റ്റിലായത്. എടത്തിരുത്തിയിലെ സയൻസ് പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇടയുന്നു. 4 വർഷം മുൻപ് തറക്കല്ലിട്ട പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. സാങ്കേതിക തടസ്സങ്ങളുടെ പേരിൽ. കാത്തിരിപ്പിനൊടുവിൽ കൊടുങ്ങല്ലൂർ പോലീസ് മൈതാനം നാളെ തുറക്കും. നവീകരണത്തിന് അടച്ച മൈതാനം 3 വർഷത്തിന് ശേഷമാണ് തുറന്നുകൊടുക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.